നമ്മൾ ലക്സംബർഗിൽ നിന്ന് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഫ്രാൻസിൽ വന്നു. ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ ലക്സംബർഗിൻ്റെ ബോർഡറിലുള്ള ഫ്രാൻസ്. അപ്പോൾ അവിടുന്ന് തന്നെ നമ്മളിങ്ങനെ വരുമ്പം അവിടെ മനോഹരമായ ലേക്ക് കാണാം. ആ ലേക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് മുമ്പോട്ട് പോവുകയാണ്. ആ ലേക്ക് കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴത്തേന് നമ്മൾ ജർമ്മനിയുടെ ബോർഡറായി. എൻ്റെ ബോർഡറാണ് അവിടെ കണ്ടത്. അപ്പം ഫ്രാൻസിൽ നിന്ന് നമ്മൾ ജർമ്മനിയിൽ കയറി. ഉടൻ മുഖൻ നമ്മളിപ്പം ജർമ്മനിയിലാണ്. ജർമ്മനിയിൽ കൂടാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പിൽ മുഴുവൻ അപ്പം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. ഇപ്പം ലെഫ്റ്റ് സൈഡിൽ കൂടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മനോഹരമായൊരു സിനിമ ഓടുന്നുണ്ട്. നമ്മളത് കാണാൻ സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങനെ പോവാണ്. യൂറോപ്പിലെ 2 രാജ്യങ്ങൾ മാറി കയറി എന്ന് വിചാരിച്ച് നമുക്ക് റോഡിലൊന്നും അറിയാനില്ല. പക്ഷേ ജർമ്മനിയിലായിരിക്കും, ജർമ്മൻ ഭാഷയിലായിരിക്കും അവിടുത്തെ ബോർഡുകളൊക്കെ. അതുമാത്രമാണ് നമുക്കൊരു വ്യത്യാസമായിട്ട് തോന്നുന്നത്. അപ്പം ഹിറ്റ്ലറുടെ നാട്ടിൽ കൂടാണ് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഹിറ്റ്ലർ ഭരിച്ചിരുന്ന ആ നാളുകൾ ഇപ്പോൾ അവർ ഓർക്കാൻ ആഗ്രഹിക്കാത്ത സമയങ്ങളാണ് എന്നാണ് പലരോടും സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ മനോഹരമായ കാറുകളൊക്കെ നമ്മൾ കാണുന്നതെല്ലാം ജർമ്മൻകാരുടെയാണ്. വോൾക്സ്വാഗൻ, അതുപോലെ ബെൻസ്, ഓഡി, ഇതെല്ലാം. അതുകൂടാതെ നിരവധി കമ്പനികളുണ്ട്. അപ്പോൾ ഇതെല്ലാം ജർമ്മൻകാരുടെയാണ്. പോകുന്ന വഴിക്ക് ബോർഡുകളൊക്കെ വായിക്കാം. പക്ഷേ ജർമ്മൻ ഭാഷയിലായതുകൊണ്ട് ബോർഡുകളൊന്നും നമുക്ക് ചിലയിടത്ത് ഇംഗ്ലീഷിലുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കാടും പുഴയും മലയും കടന്ന് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജർമ്മനിയിലെ ഒരു സൈഡ് വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വീതി കൂട്ടിയേക്കുന്ന കാണാം. അതുകൊണ്ടാണ് സ്വല്പം എടുക്കത്തിൽ നമ്മൾ ഇതിലേ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോഴും സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഷാരൂഖ് ഖാൻ്റെ ദിൽ വാലെ ദിൽ ദുനിയ ലേ ജായേംഗെ എന്ന സിനിമയാണ്. അപ്പം വണ്ടിക്കകത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന മിഷായി മാന്യമായ ഡ്രൈവറായതുകൊണ്ട് നമുക്ക് ഒരു ടെൻഷനും വേണ്ട. മാന്യമായിട്ടാണ് നമ്മൾ സേഫായിട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ സഞ്ചരിച്ച് നല്ലൊരു പുഴ, ഒരു തോട് പോലുള്ളതാണ്. കാണാൻ നല്ല രസമാണ്. നല്ലൊരു ചെറിയ പാലം വന്ന് ഒക്കെ കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്ന ഒരു ട്രാമാണെന്ന് തോന്നുന്നു അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. എൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മളിപ്പം പോകുന്നത്. മനോഹരമായൊരു ട്രാമാണ്. ജർമ്മനിയിലെ ഒരു വ്യത്യസ്തമായ ബിൽഡിങ്ങുകൾ, യൂറോപ്പിലെ എല്ലാ ബിൽഡിങ്ങുകളും പോലെ തന്നെ വലിയ വ്യത്യസ്തതയൊന്നും തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ മനോഹരമായ പ്രദേശങ്ങൾ, പുൽമേടുകൾ, മലകൾ, നല്ല ചെടികളൊക്കെ നിൽക്കുന്ന ഏതാണ്ട് ചെറിയ തുലിപ് ഗാർഡൻ പോലുള്ള ഒരു സ്ഥലമായിരുന്നു. നമ്മൾ ജർമ്മനിയുടെ ബ്ലാക്ക് ഫോറസ്റ്റിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പൈൻ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് ദൂരെ നിന്ന് കാണാം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുമ്പ് ഒരു സൈഡിൽ കൂടെ റെയിൽവേ പാളം പോകുന്നുണ്ട്. മനോഹരമായ പാലങ്ങളും അതുപോലെ ഇവിടുത്തെ ട്രീകളാണ് കാണാൻ നല്ല രസമുള്ളത്. പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ട്രെയിൻ പോകുന്ന കാഴ്ച കാണാം. എൻ്റെ യൂറോപ്പിലെ ട്രെയിനുകളെല്ലാം ഏകദേശം അതിനകത്ത് വ്യത്യസ്തമെന്ന് പറയാൻ നല്ലൊരു ബ്രിഡ്ജ് കാണാം. ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാം. മനോഹരമായ സ്ഥലങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഇനി ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിലെത്തും. ഇപ്പം തന്നെ അതിൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ആ ഭംഗി നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റിലാണ്. ജർമ്മനിയുടെ ബോർഡർ കഴിഞ്ഞ് ഏകദേശം 1.5 മണിക്കൂർ സഞ്ചരിച്ചു എന്നിട്ടാണ് എത്തിയത്. ബ്ലാക്ക് ഫോറസ്റ്റിനകത്ത് എന്തോ ഉള്ളതെന്നുള്ള വഴിയെ കാണിച്ചു തരാം. താങ്ക് യു.